കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പോലീസ് ജീപ്പിന്റെ മുഴക്കം കേൾക്കാമായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ വീടിന്റെ ഉമ്മർത്ത് നിൽക്കുന്ന സുഭാഷേട്ടനും സുധീഷും പരസ്പരം നോക്കി. അവരുടെ മുഖത്ത് ഭയത്തേക്കാൾ ഉപരി പെട്ടെന്നുണ്ടായ ആ ഒരു സംഭവ വികാസങ്ങളോടുള്ള അമ്പരപ്പായിരുന്നു. വീടിനുള്ളിൽ നിന്നും ഒരു നെഞ്ചിരിപ്പോടുകൂടി ഭാസ്കരനും പുറത്തേക്ക് വന്നു. ജീപ്പിൽ നിന്നും ഗാംഭീര്യത്തോടുകൂടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇറങ്ങി വന്നപ്പോൾ അവരുടെ പിന്നാലെ വന്ന മറ്റൊരു കാലിൽ നിന്നും ഇറങ്ങി വന്നവരെ കണ്ടപ്പോൾ ഭാസ്കരന്റെ നെറ്റി ചുളിഞ്ഞു. നീതുവിന്റെ അച്ഛനും അമ്മയും ഒപ്പം വാർഡ് കൗൺസിലറും. അവരുടെ മുഖത്ത് വിജയത്തിന്റെ വല്ലാത്തൊരു അഹങ്കാരം നിഴലിച്ചു. ഒട്ടും കൂസലില്ലാതെ കൗൺസിലർ മുന്നോട്ട് വന്ന് പോലീസുകാരോട് പറഞ്ഞു, സാറേ, ഈ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാവണം. ഇവന്മാരുടെ അഴിഞ്ഞാട്ടം ഇവിടെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാ ഞങ്ങൾ നേരിട്ട് സ്റ്റേഷനിൽ വന്ന് പരാതി തന്നത്. നീതുവിന്റെ അമ്മയുടെ കണ്ണുകൾ പകയെരിയുന്നുണ്ടായിരുന്നു. അവർ സുഭാഷിന്റെയും സുധീഷിന്റെയും വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചു. അങ്ങനെ തന്നെ വേണം. യാതൊരു തെറ്റും ചെയ്യാതെ എന്റെ മോനെ, എന്റെ അഖിലിനെ ഇവന്മാരെല്ലാവരും കൂടി തല്ലിച്ചതച്ചതല്ലേ. ഇവന്മാരെ വെറുതെ വിടരുത് സാറേ. എല്ലാത്തിനെയും വിലങ്ങ് വെച്ച് കൂട്ടിക്കൊണ്ടുപോകണം. ഇത് കേട്ട് ഭാസ്കരന്റെ ഉള്ളിൽ ദേഷ്യം ഇരിച്ചു കയറിയെങ്കിലും അയാൾ അത് അടക്കി പിടിച്ചു. എന്നിട്ട് ശാന്തമായി എന്ന ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, പോലീസ് വന്നതുകൊണ്ട് ഇപ്പൊ എന്താ? കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയല്ലേ അവർ വന്നിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഞങ്ങൾ എങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ടു പോകാൻ വേണ്ടിയിട്ടൊന്നും അവർക്ക് വേറെ പണിയില്ലേ. പോലീസ് വരുന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അപ്പോഴേക്കും നീതുവിന്റെ അച്ഛൻ ദയനീയമായി പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. സാറേ, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ കണ്ടില്ല സാറേ. ഈ നിൽക്കുന്നവന്മാരൊക്കെ ഗുണ്ടകളെ പോലെയാണ് അവനെ തല്ലിച്ചതച്ചത്. പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവരെയും ഒന്ന് ഇരുത്തി നോക്കി. അയാളുടെ നോട്ടം സുഭാഷിന്റെയും സുധീഷിന്റെയും നേർക്ക് നീണ്ടു. ഞാൻ ചോദിച്ചോളാം, നിങ്ങളൊന്ന് അടങ്ങി നിൽക്ക്, പോലീസുകാരൻ നീതുവിന്റെ അച്ഛനോടായി പറഞ്ഞു. എന്നിട്ട് അയാൾ നേരെ സുഭാഷിന്റെ അടുത്തേക്ക് നടന്നു. എന്തിനാടാ നിങ്ങൾ ഇവരുടെ മകനെ തല്ലിയോ? സുഭാഷ് ഒട്ടും പതറാതെ പോലീസിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു, തല്ലി സാറേ, ഞങ്ങൾ അവനെ തല്ലി. പക്ഷേ വെറുതെ അല്ല. തല്ലേണ്ട സാഹചര്യം അവൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാ ഞങ്ങൾ അവന്റെ മേലെ കൈവച്ചത്. ഇത് കേട്ടപ്പോൾ നീതുവിന്റെ അമ്മ വീണ്ടും ബഹളം തുടങ്ങി. കണ്ടില്ലേ സാറേ, യാതൊരുവിധ ഉൾപ്പുമില്ലാതെ അവൻ പറയുന്നത് കേട്ടില്ലേ? ഒരു കാര്യവുമില്ലാതെ എന്റെ മോനെ തല്ലിച്ചതച്ച് ഈ കോലത്തിലാക്കി നിൽക്കുവാണ്. ഇവന്മാരെ അകത്തിടണം സാറേ, എങ്കിലേ ഇവന്മാരൊക്കെ ഒന്ന് പഠിക്കൂ. ഒന്നിനെയും വെറുതെ വിടരുത്. പോലീസുകാരൻ കൈ ഉയർത്തി അവരെ തടഞ്ഞു. അതൊക്കെ കൊണ്ടാ. അതിനു മുൻപ് തന്നെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കേണ്ടേ? എന്ത് മനസ്സിലാക്കാനാ സാറേ? പെട്ടെന്നാണ് ആ ശബ്ദം ഉയർന്നത്. എല്ലാവരും തിരിഞ്ഞു നോക്കി. ഭാസ്കരന്റെ സ്വന്തം സഹോദരൻ ഗംഗാധരനും പെങ്ങൾ ലളിതയും മുറ്റത്തേക്ക് കയറി വരുമായിരുന്നു. സ്വന്തം ചോരയിൽ പെട്ടവൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തുണയാവുമെന്ന് കരുതിയ ഭാസ്കരന് പക്ഷേ തെറ്റി. ഗംഗാധരൻ നേരെ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്ന് കൈകൂപ്പി. എൻ്റെ സാറേ, ഇവർ കാരണം ഈ നാട്ടുകാർക്ക് മുഴുവൻ ശല്യാണ്. ഈ കുടുംബത്തിൽ എന്നും ഓരോരോ പ്രശ്നങ്ങളാ. സത്യം പറഞ്ഞാ ഞാൻ ഈ ഭാസ്കരന്റെ ജ്യേഷ്ഠനാ. പക്ഷേ എന്തു പറയാനാ, ഇവന്റെയും ഇവന്റെ മക്കളുടെയും ഗുണ്ടായുസം ഇനി ആർക്കും സഹിക്കാൻ പറ്റില്ല സാറേ. ലളിതയും ഒട്ടും മോശമാക്കില്ല. അതെ സാറേ, ചേട്ടൻ പറഞ്ഞതാ സത്യം. ഞാൻ ഇവന്റെ സ്വന്തം പെങ്ങളാ. എന്നിട്ട് കൂടി എനിക്ക് ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമാണ്. സ്വന്തം സഹോദരൻ തന്നെ എങ്ങനെ തനിക്കെതിരെ പറയുന്നത് കേട്ട് ഭാസ്കരന്റെ നെഞ്ചിങ്ങ് തകർന്നുപോയി. അയാൾ അവിശ്വസനീയതയോടെ ഗംഗാധരനെയും ലളിതയും മാറി മാറി നോക്കി. നാട്ടുകാരും ചുറ്റും കൂടി നിന്നവരൊക്കെ മുറുമുറുക്കാൻ തുടങ്ങി. ഇവിടെ എന്നും പ്രശ്നങ്ങളാ സാറേ. ഞങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. പെണ്ണുങ്ങൾ പോലും വാഴാത്ത വീടായത്. ചില വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സ്വന്തം കുടുംബവും നാട്ടുകാരും ഒറ്റപ്പെടുത്തുമ്പോൾ പോലീസുകാരന്റെ മുഖത്ത് സംശയം കനത്തു. പ്രതികൾ ഇവർ തന്നെയായിരിക്കുമെന്ന് അയാൾ ഏകദേശം ഉറപ്പിക്കുന്ന മട്ടിലായിരുന്നു. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന നിധിയുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. തന്റെ ഭർത്താവും ഭർത്തൃ സഹോദരനും തനിക്ക് വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു അപമാനം മുഴുവൻ ഇവർ സഹിക്കുന്നത്. ഗംഗാധരനും ലളിതയും പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിൽ തീ കോരിയിട്ടു. അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. നികേഷേ, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ? ഞാൻ ചെന്ന് സാറിനോട് കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് നികേഷിനോട് നിധി ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നികേഷ് അവളെ തടഞ്ഞു. വേണ്ട നിധിയെടുത്തി, അവരിപ്പോൾ ഒന്നും കേൾക്കുന്ന അവസ്ഥയിലല്ല. ഏടത്തി പറഞ്ഞ അവരത് വിശ്വസിക്കത്തുമില്ല. അല്ല നികേഷേ, ഞാൻ മിണ്ടാതിരുന്ന എൻ്റെ ഭർത്താവിനെയും ഏട്ടനെയും അവർ കൊണ്ടുപോകും. ഒരു തെറ്റും ചെയ്യാത്ത അവർ ഞാൻ കാരണം പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് എനിക്കത് നോക്കി നിൽക്കാൻ പറ്റില്ല. അതും പറഞ്ഞുകൊണ്ട് നിധി വേഗത്തിൽ തന്നെ ഉമ്മറത്തേക്കങ്ങ് ഇരച്ചു കയറി വന്നു. മുറ്റത്തെ ബഹളങ്ങൾക്കിടയിലേക്ക് അവൾ ഒരു ധീര വനിതയെപ്പോലെ കടന്നു വന്നു. അവളുടെ വരവ് കണ്ട് എല്ലാവരും ഒന്ന് നിശബ്ദമായി. സാറേ, എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, നിധി പോലീസുകാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ നേരിയ വിറയിലുണ്ടായിരുന്നുവെങ്കിലും വാക്കുകൾക്ക് നല്ല മൂർച്ചയുണ്ടായിരുന്നു. എന്താ കാര്യം? നീ ആരാ? പോലീസുകാരൻ ചോദിച്ചു. ഞാൻ ഈ നിൽക്കുന്ന സുധീഷിന്റെ ഭാര്യയാണ് സാറേ. ഞാൻ എന്നും ജോലിക്ക് പോകുന്നതാണ്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ആ നിൽക്കുന്ന അഖിൽ എന്നോട് വളരെ അപമര്യാദമായി പെരുമാറി. ഇന്നലെ മാത്രമല്ല, ഇതിനു മുൻപ് പല തവണയും അവൻ എന്നെ ശല്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പുറത്തു പറയാനൊന്നും കൊള്ളാത്ത രീതിയിലുള്ള വാക്കുകളാണ് അവൻ എന്നോട് സംസാരിച്ചത്. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു, ഇൻസൾട്ട് ചെയ്തു.
നിധിയുടെ വാക്കുകൾ കേട്ട് സുധീഷിന്റെ കണ്ണുകൾ വിതുമ്പി. അവൻ തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. നീതു തുടർന്നു. ഞാൻ ആ നിമിഷം സഹിച്ച് വീട്ടിൽ വന്ന് എന്റെ ഭർത്താവിനോടും സഹോദരന്മാരോടൊക്കെ കാര്യം പറഞ്ഞു. സ്വന്തം വീട്ടിലൊരു സ്ത്രീക്ക് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായ സാർ എന്താ ചെയ്യുക? അതുതന്നെയല്ലേ ഇവരും ചെയ്തുള്ളൂ. അവർ ചെന്ന് അഖിലിനോട് കാര്യം ചോദിച്ചു. പക്ഷേ അവന് യാതൊരുവിധ കുറ്റബോധവും ഇല്ലായിരുന്നു. പകരം വലിയ അഹങ്കാരത്തോടെയാ അവൻ സംസാരിച്ചത്. സ്വന്തം ഭാര്യയെ അപമാനിച്ചതിന്റെ മുന്നിൽ കിട്ടി കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവും പ്രതികരിക്കും. അങ്ങനെ ദേഷ്യം വന്ന് അവൻ അവന് 2 അടി കൊടുത്തു. അതിലാണ് അവരെ തെറ്റ് പറയാൻ പറ്റുമോ സാറേ? നിധിയുടെ ചോദ്യത്തിനു മുന്നിൽ പോലീസുകാരൻ ഇങ്ങനെ അടിപതറി നിന്നു. എന്നാ നീതുവിന്റെ അമ്മ ഉടനെ ഇടപെട്ടു. സാറേ, ഇവൾ വെറുതെ കള്ളം പറയുക. എന്റെ മോനെതിരെ വെറുതെ കള്ളക്കഥലുണ്ടാക്കി അവനെ കൊടുക്കാൻ നോക്കുവാണ്. നിധി അവർക്ക് നേരെ തിരിഞ്ഞു. ഞാനെന്തിനാ കള്ളക്കഥ പറയുന്നത്? എനിക്ക് കള്ളക്കഥ പറയേണ്ട ഒരു ആവശ്യമില്ല. ഇതിനു മുൻപ് അവൻ എന്നെ അപമാനിച്ചപ്പോൾ ഞാൻ വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് കരുതി വീട്ടിൽ ആരോടും പറഞ്ഞില്ല. പക്ഷേ ഒരു പെണ്ണ് എന്ന നിലയിൽ എത്രത്തോളം ഞാൻ സഹിക്കും? എനിക്ക് ജോലിക്ക് പോവേണ്ടതല്ലേ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോൾ ആർക്കാ നാണക്കേടുണ്ടായത്? പോലീസുകാരൻ അഖിലിന്റെ നേരെ തിരിഞ്ഞ് കടുപ്പത്തിൽ ചോദിച്ചു. സത്യം പറയടാ, നീ ഇവളോട് അപമര്യാദയായിട്ട് പെരുമാറിയോ? അഖിൽ തലകുനിച്ച് നിന്നു. അപ്പോഴും നീതുവിന്റെ അച്ഛൻ വീണ്ടും പോലീസുകാരന്റെ കയ്യിൽ പിടിച്ചു. എന്റെ പൊന്നു സാറേ, ഇവൾ പറയുന്നതൊന്നും സാറ് വിശ്വസിക്കരുത്. ഇതേ സമയം വർക്ക്ഷോപ്പിൽ മറ്റൊരു സംഭവം കൂടി നടക്കുകയായിരുന്നു. മനസ്സ് നിറയെ ആശങ്കകളുമായി നീതു വർക്ക്ഷോപ്പിലേക്ക് ഓടിയെത്തി. അവിടെ ചന്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്തു, ഹരീഷേട്ടൻ എവിടെ? കിതച്ചുകൊണ്ട് നീതു ചോദിച്ചു. ചന്തു കയ്യിലെ ഗ്രീസ് തുടച്ചുകൊണ്ട് അവളെ നോക്കി. ഹരീഷേട്ടൻ വീട്ടിലേക്ക് പോയി. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? ഒരു കാരണവുമില്ലാതെ ഹരീഷേട്ടൻ എന്തിനാ എന്റെ ഏട്ടനെ അഖിലിനെ തല്ലിയത്? നീതുവിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. ചന്തുവിന് അത് കേട്ടപ്പോൾ വല്ലാത്ത പുച്ഛം തോന്നി. ഒരു കാരണവുമില്ലാതെയോ? ആരാ നിന്നോട് പറഞ്ഞത് കാരണവുമില്ലാതെയാണെന്ന്? നിന്റെ ആങ്ങൾക്ക് കിട്ടിയത് കുറഞ്ഞുപോയി എന്നാ ഞാൻ പറയുള്ളൂ. നീതു ഞെട്ടി. എന്ത് പറ്റി? നീ എന്താ കാര്യം പറ. നിന്റെ ഏട്ടൻ അഖിൽ വഴിയിൽ വെച്ച് നീതിയെടുത്തോട് വളരെ മോശമായി തന്നെ പെരുമാറി. കേൾക്കാൻ അറക്കുന്ന രീതിയിലാണ് അവരോട് സംസാരിച്ചത്. അതെന്താണെന്ന് ചോദിച്ചു ചെന്നപ്പോൾ നിന്റെ ഏട്ടൻ കാണിച്ച അഹങ്കാരം ചില്ലറയല്ല. 3-4 ആളുകളുള്ള വീട്ടിലെ പെണ്ണല്ലേ, അവൾക്ക് ഇതിലും കൂടുതലൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെയാ അവൻ പറഞ്ഞത്. സ്വന്തം വീട്ടിലെ പെണ്ണിനെ അപമാനിച്ച ഹരീഷേട്ടനും സുഭാഷേട്ടനും പിന്നെ നോക്കി നിൽക്കുവോ? അവനിട്ട് കൊടുക്കേണ്ടത് തന്നെയാ അവർ കൊടുത്തത്. ചന്തുവിന്റെ വാക്ക് കേട്ട് നീതു അങ്ങ് തറഞ്ഞുപോയി. തന്റെ സ്വന്തം സഹോദരനാണ് തെറ്റുകാരൻ. അവൾക്ക് സ്വന്തം കുടുംബത്തെ ഓർത്ത് ലജ്ജ തോന്നി. തന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ തന്റെ അച്ഛനും അമ്മയും ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഒട്ടും വൈകാതെ നേരെ ഭാസ്കരന്റെ വീട്ടിലേക്ക് അങ്ങ് ഓടുകയാണ്. ഭാസ്കരന്റെ മുറ്റത്ത് തർക്കമുറുകയായിരുന്നു. കൗൺസിലർ വീണ്ടും പോലീസിനെ സമ്മർദ്ദത്തിലാക്കി. സാറേ, ഈ പെണ്ണ് പറയുന്നത് കേട്ട് സാർ ഇവരെ വെറുതെ വിടരുത്. എത്രയും പെട്ടെന്ന് ഇവന്മാരെ ലോക്കപ്പിലിടണം. അപ്പോഴാണ് മുറ്റത്തേക്ക് കിതച്ചുകൊണ്ട് തന്നെ നീതു ഓടിക്കയറി വന്നത്. ആ വരവ് കണ്ട് എല്ലാവരും സ്തംഭിച്ചു പോയി. നീതുവിന്റെ അച്ഛനും അമ്മയും ഒരു നിമിഷം ശ്വാസമടക്കി പിടിച്ചു നിന്നു. സാറേ, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. നീതു പോലീസുകാരനോട് നേരെ നടന്നു. നീതുവിന്റെ അമ്മ ദേഷ്യത്തോടെ അവളെ പിടിച്ചു മാറ്റാൻ നോക്കി. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നീ വീട്ടിലേക്ക് നടക്കടി. പക്ഷേ നീതു അമ്മയുടെ കൈയങ്ങ് തട്ടിമാറ്റി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. സാറേ, ഇവർ ഒരു തെറ്റും ചെയ്തില്ല. ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ സ്വന്തം സഹോദരൻ അഖിലാണ്. ആ വാക്ക് അവിടെയുണ്ടായിരുന്ന എല്ലാവർക്കും വലിയൊരു ഞെട്ടലുണ്ടാക്കി. സ്വന്തം സഹോദരി തന്നെ അവർക്കെതിരെ സാക്ഷി പറയുന്നത് കണ്ട് അഖിലിന്റെ മുഖം വിളറി വെളുത്തു. നീതു തുടർന്നു. സാറേ, ഞാനും ഈ നിൽക്കുന്ന ഹരീഷേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണ്. പക്ഷേ എന്റെ വീട്ടുകാർക്ക് ഈ ബന്ധം തീരെ താല്പര്യമില്ല. പലതവണ അവരെന്നെ ഉപദേശിച്ചതാ ഈ ബന്ധം ഉപേക്ഷിക്കാനേ. പക്ഷേ ഞാൻ വിവാഹം കഴിക്കുവാണെങ്കിൽ അതെന്റെ ഹരീഷേട്ടനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ഞാൻ അവരോട് തീർത്തും പറഞ്ഞിരുന്നു. അതിന്റെ വൈരാഗ്യം മുഴുവൻ എന്റെ വീട്ടുകാരോടും എന്റെ ഏട്ടനോടുമുണ്ട്. എന്റെ ഹരീഷേട്ടനിൽ നിന്നും എന്നെ അകറ്റാൻ വേണ്ടിയാ എന്റെ ഏട്ടൻ മനഃപൂർവ്വം നിധിയെടുത്തിയെ വഴിയിൽ വെച്ച് അപമാനിച്ചത്. അതിന് സുഭാഷേട്ടനും സുധീഷേട്ടനൊക്കെ അവനെ തല്ലിയില്ലെങ്കിൽ എന്റെ സഹോദരൻ അത് അത്യാവശ്യമാണ് സാറേ. അല്ലാതെ ഇവർ യാതൊരുവിധ കുറ്റവും ചെയ്തിട്ടില്ല. പോലീസുകാരൻ വല്ലാതെ കൺഫ്യൂഷനിലായി. കാര്യങ്ങളൊക്കെ ആകെ മാറി മറിയാണല്ലോ. വാദി പ്രതിയാവുന്ന അവസ്ഥ. അയാൾ അഖിലിനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അഖിൽ തലകുനിച്ച് നിന്നു. നീതുവിന്റെ അമ്മക്ക് നാണക്കേട് താങ്ങാൻ കഴിഞ്ഞില്ല. നിന്നോട് ആരാടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഇറങ്ങി വാടി. അങ്ങനെയും പറഞ്ഞ് നീതുവിനെ വീണ്ടും വലിക്കാൻ നോക്കി. പക്ഷേ നീതു അവിടെ തന്നെ ഉറച്ചു നിന്നു. ഇതൊക്കെ കണ്ടു നിന്ന ഗംഗാധരന്റെ ഉള്ളൊന്ന് കാളി. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണെന്ന് അവന് മനസ്സിലായി. അവൻ പതുക്കെ ലളിതയുടെ അടുത്തേക്ക് നീങ്ങി. ലളിതേ, നീ വേഗം വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. സുനന്ദ് എങ്ങാനും ഇതറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. അവൾ ഇവന്മാരുടെ കൂടെയല്ലേ നിൽക്കുള്ളൂ. ലളിത അത് ശരിയാണെന്ന് കരുതി വേഗത്തിൽ തന്നെ അവിടെ നിന്നും ഒരു വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്കെത്തിയ ലളിതയുടെ ദേഷ്യം അടങ്ങാനായിരുന്നില്ല. ഹോ, അവന്മാരെ പിടിച്ച് 2-3 ദിവസം ജയിലിലിട്ടാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. വലിയ മാനന്മാരാണെന്നാ വിചാരം. അവൾ ഉറക്കെ പിറുപിറുത്തു. ആ സമയത്താണ് സുനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ അമ്മയുടെ വാക്ക് കേട്ട് സംശയത്തോടെ നിന്നു. എന്താ അമ്മേ പ്രശ്നം? ലളിത പുച്ഛത്തോടെ പറഞ്ഞു. നിന്റെ ആ സുഭാഷില്ലേ, അവനെ കണ്ട മിണ്ടാപൂച്ച പോലെയാണല്ലോ എന്നാ എല്ലാവരും പറയുന്നത്.
അവന്റെ നാക്ക് എത്ര നീളത്തിലാണെന്ന് ഞാൻ ഇന്ന് കണ്ടു. സുനന്ദക്കൊന്നും മനസ്സിലായില്ല. അതിന് സുഭാഷേട്ടൻ എന്ത് തെറ്റാ ചെയ്തത്? പാവം പിടിച്ച ആ മനുഷ്യനെ എന്തിനാ വെറുതെ ഇങ്ങനെ കുറ്റം പറയുന്നത്? പാവമോ, അവൻ ഒരാളെ തല്ലിച്ചതച്ചു. ഇന്ന് പോലീസ് അവന്മാരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പിടിച്ചോണ്ടു പോവാൻ. ഇന്ന് എന്തായാലും കോലം കത്തിരിക്കുവാണ്, ലളിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് സുനന്ദക്ക് സഹിക്കാൻ കഴിഞ്ഞാൽ സുഭാഷേട്ടൻ ഒരിക്കലും ഒരു കാരണവുമില്ലാതെ ഒരാളെയും അങ്ങനെയൊന്നും ഉപദ്രവിക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പാതി കേട്ട വിവരങ്ങളുമായിട്ട് സുനന്ദ നേരെ അവിടെ നിൽക്കാതെ ഭാസ്കരന്റെ വീട്ടിലേക്ക് ഓടി. അവൾ അവിടെ എത്തുമ്പോൾ വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുമായിരുന്നു. പോലീസുകാർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. സുനന്ദ നേരെ പോലീസുകാരന്റെ മുന്നിലേക്ക് ചെന്നു. സാറേ, ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ അമ്മാവനാ ഈ നിൽക്കുന്നത്. ഞാനും ഇവരും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, വാക്കുകളും തർക്കവും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ എപ്പോഴും ഓടി വരുന്നത് ഈ വീട്ടിലേക്കാ. കാരണം ഇവരെ എനിക്ക് നന്നായിട്ട് അറിയാം. നാട്ടുകാർ അത്ഭുതത്തോട് സുനന്ദയെ നോക്കി. സുനന്ദ തുടർന്നു. നാട്ടുകാർ എന്തൊക്കെ പറയുന്നത് കേട്ട് സാർ ഇവരെ കുറ്റക്കാരാക്കി കാണരുത്. ഇവർ പാവങ്ങളാ സാറേ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അല്ലാതെ ആരെയും ദ്രോഹിക്കാനോ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും ഇവർ പോകുന്നില്ല. ഒരു കാരണവുമില്ലാതെ ഇവർ ആർക്കും നേരെ കൈ ഉയർത്തുകയുമില്ല. ഭാസ്കരൻ മക്കളും അത്ഭുതത്തോടു കൂടെ സുനന്ദയെ നോക്കി. തങ്ങൾ എപ്പോഴും കുറ്റം പറയുന്ന ഗംഗാധരന്റെയും ലളിതയുടെയും മകൾ ഇപ്പോൾ തങ്ങൾക്ക് വേണ്ടി പോലീസുകാരനോട് വാദിക്കുന്നു. ഗംഗാധരൻ ഓടി വന്ന് സുനന്ദയുടെ കൈ പിടിച്ചു വലിച്ചു. ഇങ്ങോട്ടേക്ക് വാടി, നീ എന്തായി കാണിക്കുന്നത്? നീ വീട്ടിലേക്ക് നടക്ക്. സുനന്ദ ഗംഗാധരന്റെ കൈ അങ്ങ് തട്ടി മാറ്റി. വീട് വല്യച്ച, ഒന്നും മിണ്ടാതിരിക്ക്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അവൾ പോലീസുകാരെ നോക്കി പറഞ്ഞു. സാറേ, ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത്. അവരതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല. പോലീസുകാരന് ഏകദേശം കാര്യങ്ങളൊക്കെ പൂർണ്ണമായും വ്യക്തമായി. തങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ സ്വന്തം കുടുംബത്തെയും പുറത്തുനിന്ന് 3 പെൺകുട്ടികൾ, നിധി, നീതു, സുനന്ദ, ഇവർ 3 പേരും മുന്നിൽ വന്ന് ഒരു മതിൽ പോലെ ഭാസ്കരന്റെ കുടുംബത്തിന് മുന്നിൽ നിൽക്കുകയാണ്. സുഭാഷും സുധീഷും ഹരീഷും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. തങ്ങൾക്ക് വേണ്ടി ഈ പെൺകുട്ടികൾ കാണിച്ച ധൈര്യം അവരുടെ കണ്ണുകളെ ഈറനെണയിപ്പിച്ചു. പോലീസുകാരൻ പതുക്കെ അഖിലിന്റെ അടുത്തേക്ക് നടന്നു. അയാളുടെ മുഖം ഗൗരവപൂർണ്ണമായിരുന്നു. എടാ, നീ ആ പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയില്ലേ? എന്നിട്ട് നിന്നെ അവൻ തല്ലിയപ്പോ ഒരു ഉളുപ്പുമില്ലാതെ പോലീസിനെ വിളിച്ചുകൊണ്ട് വരാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? പോലീസുകാരന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അഖിൽ അങ്ങ് വിറച്ചുപോയി. ഇത് ഞാൻ ഇവരുടെ ജോലിയുമായിട്ട് ഇവിടെ നിന്നും വിടുവാണ്. ഇനിയെങ്കിലും മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. പെൺകുട്ടികളെ വഴി നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെത്തെ ചതവല്ല, ഇതിലും വലിയ പണി നിനക്ക് കിട്ടും. മനസ്സിലായല്ലോടാ? അഖിൽ പേടിയോടുകൂടെ തലയാട്ടി. പോലീസുകാരൻ പിന്നെ തിരിഞ്ഞ് നീതുവിന്റെ അച്ഛനും അമ്മക്കും നേരെയാണ്. നിങ്ങളോടാണ് വെറുതെ ആ ഒരു കാളപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും കയറെടുക്കാൻ പറഞ്ഞത്. സ്വന്തം മകൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ആദ്യം അന്വേഷിച്ച് മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ പോലീസുമാരെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കരുത്. അങ്ങനെ കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ ജീപ്പിന് നേരെ നടന്നു. ജീപ്പ് സ്റ്റാർട്ടാക്കി അവിടെ നിന്നും പോയി. മുറ്റത്തൊരു നിമിഷം വലിയൊരു നിശബ്ദത പടർന്നു. നീതുവിന്റെ അച്ഛനും അമ്മയും അപമാനഭാരത്താൽ തല കുനിച്ച് വേഗം തന്നെ അവിടെ നിന്നും നടന്നുപോയി. പിന്നാലെ അഖിലും കൗൺസിലർ ആരും അറിയാതെ എപ്പോഴും അവിടെ നിന്നും മുങ്ങിയിരുന്നു. ഗംഗാധരൻ സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി പാടുപെട്ടു. ഭാസ്കരൻ ദീർഘമായൊന്ന് ശ്വാസം നിശ്വസിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി പൊരുതിയ ആ 3 പെൺമക്കളെയും അയാൾ വാത്സല്യത്തോടു കൂടി നോക്കി. സുഭാഷും സുധീഷും ഹരീഷും ആശ്വാസത്തോടെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. നിധിയുടെ കണ്ണുകളിലെ ഭയം മാറി അവിടെ അഭിമാനം നിറഞ്ഞു നിന്നിരുന്നു. നീതും ഹരീഷും പരസ്പരം കണ്ണുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സുനന്ദയുടെ മുഖത്തും ആ ഒരു പുഞ്ചിരി വിടർന്നു. സത്യം എന്നും ജയിക്കുക തന്നെ ചെയ്യും. സ്നേഹം, സത്യസന്ധമുള്ള ആ ഒരു കുടുംബത്തെ ആർക്കും എളുപ്പത്തിൽ അങ്ങ് തകർക്കാൻ കഴിയില്ല എന്ന് ആ ഒരു സായാഹ്നം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.